ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേവ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നും നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിയുമെന്ന് പരിശോധിക്കാം. ആദ്യം 25/6/2025 ബുധനാഴ്ച 25,236 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 25,268 എന്ന ലെവലിലാണ്. അതായത് ഒരു 32 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ്. ഇന്നത്തെ ഹൈ ആൻഡ് ലോ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, ഇന്ന് നിഫ്റ്റി ഒരു 300-ലധികം പോയിന്റിന്റെ മൂവ്മെന്റ് അപ്വേർഡ് ഡയറക്ഷനിൽ തന്നിരുന്നു. ബുള്ളിഷ് നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന്. ഒട്ടനവധി പേർ നല്ല പ്രോഫിറ്റ് നേടിയ P&Lകൾ അയച്ചു തന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ലഭിച്ചാൽ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതിൽ ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് ആയിരുന്നു 25,292 എന്ന ലെവൽ. ആ ലെവലിൽ ടെസ്റ്റ് ചെയ്ത നിഫ്റ്റി പെട്ടെന്ന് ഡൗൺ സൈഡിലോട്ട് വന്നു. ചെറിയ ടൈം ഫ്രെയിമിൽ എങ്കിൽ പോലും വളരെ പെട്ടെന്ന് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്ത് പോകുന്നത് കാണാമായിരുന്നു. അപ്പോൾ ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തുകൊണ്ട് ഒരു എൻട്രി എടുത്ത ഏതൊരാൾക്കും നല്ല ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. എന്നാൽ നമ്മളിവിടെ രേഖപ്പെടുത്തിയിരുന്ന 25,337 എന്ന് പറയുമ്പോൾ ഒരു 145 പോയിന്റിന്റെ അപ്വേർഡ് ഡയറക്ഷൻ വിതിൻ 5 മിനിറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. അത്തരത്തിൽ അവിടുന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്തവർക്ക് പോലും വീണ്ടും പ്രൈസ് അപ്വേർഡ് പോകുന്നത് കണ്ട് ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന 25,337 എന്ന ലെവൽ കൃത്യമായ ഒരു സപ്പോർട്ടായി മാറുന്നത് കാണാമായിരുന്നു. അവിടെ നിന്ന് വീണ്ടും എൻട്രി എടുക്കാൻ കഴിയുമായിരുന്നു. അത്തരത്തിൽ എൻട്രി എടുത്ത ഏതൊരാൾക്കും പ്രധാന റെസിസ്റ്റൻസ് ആയി രേഖപ്പെടുത്തിയിരുന്ന 25,442 എന്ന ലെവൽ ടെസ്റ്റ് ചെയ്യുന്നത് കാണാം. 25,437-38 ലെവൽ വരെ ഉയർന്നതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിൽ ഇവിടുന്ന് സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നത് കാണാൻ കഴിയും. 5 മിനിറ്റിൽ നോക്കിയാൽ തന്നെ അത് കാണാം. എന്നാൽ ചെറിയ ടൈം ഫ്രെയിമിലോട്ട് നോക്കുമ്പോൾ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് പ്രൈസ് ഡിക്ലൈൻ ആകുന്നത് കാണാൻ കഴിയുമായിരുന്നു. അത്തരത്തിൽ ഇവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുകയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ടുമുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തവർക്ക് തീർച്ചയായും ഒരു നല്ല ട്രേഡ് കിട്ടിയിട്ടുണ്ട്. അതും നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ആദ്യത്തെ ടാർഗറ്റ് ലെവലായ 25,292 എന്ന ലെവൽ ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അവിടെ നിന്ന് പ്രൈസ് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്തെങ്കിലും തിരിച്ച് കയറുന്നുണ്ടായിരുന്നു. ഇന്നലെ വീഡിയോയിൽ കാണാമായിരുന്നത് 25,442 എന്ന ലെവൽ മാത്രമാണ് എന്ന് പറഞ്ഞ് ചിലർ എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിന് മുകളിലോട്ടുള്ള ലെവലുകൾ ചോദിച്ചിരുന്നു. ഞാൻ ഈ സമയത്ത് തന്നെ പുതുതായി പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ലെവലുകൾ എന്ന് പറഞ്ഞ് ഇവിടെ കാണുന്ന ടാർഗറ്റ് 1 ആൻഡ് ടാർഗറ്റ് 2 നൽകിയിരുന്നു. ഇവിടെ നിന്നും റിവേഴ്സായി കൃത്യമായും ആ ടാർഗറ്റുകളിലോട്ട് പ്രൈസ് ചെന്നിരുന്നു. അവിടുന്ന് ഒരു ഡിക്ലൈൻ കിട്ടിയപ്പോൾ വീണ്ടും ടാർഗറ്റ് 3 എന്ന് പറഞ്ഞ് നമ്മുടെ പബ്ലിക് ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഒട്ടനവധി പേർ അത് കണ്ടിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു നല്ല ബുള്ളിഷ് മൂവ്മെന്റ് കിട്ടിയപ്പോൾ വീണ്ടും കിട്ടുന്ന ഡിക്ലൈനുകൾ ബൈ ഓൺ എവരി ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് ട്രേഡ് ചെയ്യേണ്ടതാണ്. അത്തരത്തിൽ ശ്രമിച്ച എല്ലാവർക്കും നല്ല റേഞ്ചുള്ള മൂവ്മെന്റ് ആയതുകൊണ്ട് എപ്പോൾ എൻട്രി എടുത്തിരുന്നാൽ തന്നെയും ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നല്ല പ്രോഫിറ്റുകൾ കൊണ്ട് ഇറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നോക്കിയാൽ ഇന്ന് വളരെ നല്ല ഒരു ട്രേഡിംഗ് ദിനമായിരുന്നു. അപ്പോൾ ഇന്ന് നൽകിയ പ്രൈസ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കാം എന്ന് പരിശോധിക്കാം. 25,510 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി മൈനർ സപ്പോർട്ടായി 25,468 എന്ന ലെവലും രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രധാന റെസിസ്റ്റൻസ് ആയി 25,612, അതിന് മുകളിലേക്ക് കിടക്കുകയാണെങ്കിൽ 642 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യണം. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പിന്നെയും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് വീണ്ടും പ്രൈസ് ക്ലോസിംഗ് നൽകുന്നു എന്ന് വന്നാൽ തുടർന്ന് അപ്പർ സൈഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന റെസിസ്റ്റൻസുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കും. എന്നെ വാട്സപ്പിലൂടെ കോൺടാക്ട് ചെയ്യുന്ന പലരും വളരെ നല്ല P&Lകളും നല്ല അഭിപ്രായവുമാണ് നമ്മളുടെ ചാനലിനെ കുറിച്ചും ട്രേഡിംഗ് പ്ലാനിനെ കുറിച്ചും പറയാറുള്ളത്. വളരെ കൃത്യമായി ലെവലുകൾ വർക്ക് ചെയ്യുന്നു എന്ന ഒരു അഭിപ്രായമാണ് അവർക്കുള്ളത്. എന്നാൽ നിങ്ങൾ നോക്കിയാൽ കാണാം, നമ്മളുടെ വ്യൂ നിരന്തരം കുറഞ്ഞു വരുന്ന ഒരു ലക്ഷണമാണുള്ളത്. എല്ലാവരും വീഡിയോ പോസ്റ്റ് ചെയ്ത് കൃത്യമായും ആ ലെവലുകൾ രേഖപ്പെടുത്തി പോകുമ്പോൾ യൂട്യൂബിനെ സംബന്ധിച്ച് ഫുൾ വീഡിയോ കാണുന്നില്ലെങ്കിൽ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. നമ്മളെ ഡിപ്രൊമോട്ട് ചെയ്യാൻ, അതായത്
യൂട്യൂബ് തന്നെ നമ്മളുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് പ്രൊമോട്ട് ചെയ്യേണ്ടതുണ്ട്. അങ്ങനത്തെ ഒരു സംവിധാനമാണുള്ളത്. എന്നാൽ ഇത്തരത്തിൽ പലരും വീഡിയോ കാണുകയും സ്കിപ്പ് ചെയ്യുകയും ചെയ്യുമ്പോൾ നെഗറ്റീവ് ഇംപ്രഷനാണ് ഉണ്ടാകുന്നത്. അത് നമ്മളെ സാരമായി ബാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വ്യൂ കുറഞ്ഞു വരുമ്പോൾ ഇത് ചെയ്യാനുള്ള ഒരു താല്പര്യം കുറഞ്ഞു പോകുന്നു. ദയവായി നിങ്ങൾ ഓരോരുത്തരും കാണുമ്പോൾ ആ വീഡിയോ പൂർണ്ണമായി കാണാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും ലൈക്കുകളും നൽകാനും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഏവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ ആണ് നൽകുന്നത് എങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് ഈ മൈനർ റെസിസ്റ്റൻസിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലുള്ള ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ മാത്രം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ നമുക്ക് പിന്നെയും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് വീണ്ടും ക്ലോസിംഗ് നൽകുന്നു എന്ന് വന്നാൽ തുടർന്ന് താഴെ രേഖപ്പെടുത്തിയ മൈനർ സപ്പോർട്ടുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്തരത്തിലൊരു മൂവ് ആണ് ലഭിക്കുന്നെങ്കിൽ സെൽ ഓൺ എവറി റൈസ് എന്ന രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കും. 57,165 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 57,085 എന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പർ സൈഡിലേക്ക് 57,348, 513, 781 എന്നിങ്ങനെയുള്ള റെസിസ്റ്റൻസ് ലെവലുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 57,348 എന്ന ലെവൽ തന്നെയാണ്. എന്നാൽ അതിനിടയിൽ ഇന്നത്തെ ഉയരവും ഒരു ടാർഗറ്റ് ലെവലായി പ്രവർത്തിക്കാവുന്നതാണ്. എന്നാൽ 57,348 എന്ന ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകളിൽ വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ പിന്നെയും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിനോട് മുകളിലോട്ട് വീണ്ടും ക്ലോസിംഗ് നൽകുന്നു എന്ന് വന്നാൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ അത്തരത്തിൽ ഉപയോഗിക്കുമ്പോൾ ഇന്നത്തെ ഹൈയും ഒരു റെസിസ്റ്റൻസ് ലെവലായി കണക്കാക്കാവുന്നതാണ്. സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 56,955 എന്ന് പറയുന്ന ലെവലാണ്. ആ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പിന്നെയും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് വീണ്ടും ക്ലോസിംഗ് നൽകുന്നു എന്ന് വന്നാൽ ഡൗൺ സൈഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മൈനർ സപ്പോർട്ടുകളും ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്ന് കരുതുന്നു. 83,618 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 83,513 എന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പർ സൈഡിലേക്ക് 83,861, 84,000, 84,086, 150, 222, 286 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് റെസിസ്റ്റൻസുകളായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകളിൽ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 83,861 എന്ന ലെവലാണ്. ആ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പിന്നെയും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ഒരു ക്ലോസിംഗ് പിന്നെയും നൽകുന്നു എന്ന് വന്നാൽ പ്രൈസ് വീണ്ടും അപ്വേർഡ് ഡയറക്ഷനിൽ സഞ്ചരിച്ചേക്കാം എന്നാണ് കണക്കാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കും. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് ഈ ലെവലിന് താഴെ 83,391 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലുള്ള ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പിന്നെയും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ.
പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ക്ലോസിംഗ് നൽകുന്നു എന്ന് പറഞ്ഞാൽ ഗ്രാജുവലി താഴെ രേഖപ്പെടുത്തിയ സപ്പോർട്ട് ലെവലുകളിലേക്ക് പ്രൈസ് ടെസ്റ്റ് ചെയ്തേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരം ഒരു മൂവ്മെന്റ് ആണ് ലഭിക്കുന്നതെങ്കിൽ സെൽ ഓൺ എവരി റൈസ് എന്ന രീതിയിൽ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കും എന്നാണ് പ്രതീക്ഷ. അപ്പോൾ ഇത്രയുമാണ് സാധാരണയായി നമ്മൾ ചെയ്യുന്ന 3 ഇൻഡെക്സുകളുടെയും ട്രേഡിംഗ് പ്ലാൻ. നിങ്ങൾക്കറിയാം, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. എൻ്റെ എക്സ്പീരിയൻസിന്റെ വെളിച്ചത്തിൽ എൻ്റെ ട്രേഡിംഗ് ആവശ്യത്തിലേക്കായി തയ്യാറാക്കുന്ന ട്രേഡിംഗ് പ്ലാൻ മാത്രമാണിത്. നമ്മുടെ ചാനലിന്റെ വ്യൂവേഴ്സിനും പഠനാർത്ഥം ഉപയോഗിക്കത്തക്ക രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണെന്ന് ഓർമ്മിക്കണം. എന്നാൽ ഗുണകരമാണ് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്നാണ് നിങ്ങളുടെ കാഴ്ചപ്പാട് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിന് നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതിനൊപ്പം ലൈക്ക് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുമല്ലോ. നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെന്റ് എല്ലാ ഇൻഡെക്സിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.